ചെയ്തു തരും. ആ വ്യക്തി ആ ഒരു ഇതിൽ ഒഴുക്കിൽ അങ്ങ് പോകുന്നു. അതേസമയം നാളെ ഒരിക്കൽ നിങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ വ്യക്തി ആ സന്ദർഭവും ആക്സെപ്റ്റ് ചെയ്യും. വളരെ പ്രാക്ടിക്കലും ലോജിക്കലുമായ ഒരാളായിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ കാണിക്കുന്നത്. ഇത് ടോറസ് സോഡിയാക് സൈൻ ആണ്. ഏഞ്ചൽ മെസ്സേജസ് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഏഞ്ചൽസിന് നിങ്ങളോട് ഈ ബന്ധത്തെ കുറിച്ച് പറയാൻ ഉള്ളത്? ഇവിടെ പ്രശ്നങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. പിന്നെ ഈ കണ്ണിൽ നോക്കിയിരിക്കുക, വിവാഹമൊക്കെ കഴിഞ്ഞൊരു 5 വർഷം, 1 വർഷം കഴിയുമ്പോൾ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഭാര്യയും ഭർത്താവുമാണ്. പിന്നെ നമുക്കൊന്നും എന്താ പറയാ, കള്ളത്തരം കാണിക്കാനില്ല. വളരെ നാച്ചുറൽ ആണ് നമ്മൾ രണ്ടുപേരും. എന്ത് വിളിക്കാനാണ്? അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അഭിനയിക്കേണ്ട കാര്യമുണ്ട്. അഭിനയിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴും ആ റിലേഷൻഷിപ്പ് മാറിയിട്ടില്ല. ഇപ്പോഴും പഴയ റിലേഷൻഷിപ്പ് ഒരു തുടക്കത്തിൽ ആ ഒരു ഇതിലാണെന്ന് മനസ്സിലാക്കുക. റൊമാൻറ്റിക് ഫീലിങ്സ് ഉള്ള ഒരു ഭയങ്കര റൊമാൻറ്റിക് ആണ്. ട്രൂ ലവ് ആണിത്. ട്രൂ ലവ് ആണ്. നിങ്ങൾ തമ്മിൽ നല്ല കെമിസ്ട്രി ഉണ്ട്. ഇതിനപ്പുറം നിങ്ങൾക്ക് എന്ത് വേണം? പ്രൂഫ്. അപ്പോ ഇവിടെ ഭയങ്കര റൊമാൻറ്റിക് ഫീലിങ്സ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. പിന്നെ ട്രൂ ലവ് ആണ്. ഇതാണ് നിങ്ങളുടെ ട്രൂ ലവ്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ നല്ല ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. ഇതിനപ്പുറം നിങ്ങൾക്ക് എന്ത് വേണം? അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാർഡിന്റെ റീഡിങ്. എനിക്ക് വളരെ സന്തോഷമായി ഈ റീഡിങ് കണ്ടപ്പോ. വെറുതെ ഷോ ഓഫ് ഒന്നും ഇല്ലാത്ത ഒരാള്, വളരെ നോർമൽ ആയ നാച്ചുറൽ ആയ ഒരാളാണ്. അങ്ങനത്തെ ഒരാളെയാണ് നമുക്ക്, സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനത്തെ ഒരാളെയാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. വെറുതെ ഷോ കാണിക്കുന്നവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. രണ്ടാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്ക് പോവാണ്. ഇത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഏസ് ഓഫ് കപ്സ് ആണിത്. ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. പുതിയ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ 2ാം കല്യാണം, 3ാം കല്യാണം, 1ാം കല്യാണം, ബ്രേക്കപ്പ് ആയിട്ട് ശേഷം പുതിയൊരു റിലേഷൻഷിപ്പ്, എന്തുമായിക്കോട്ടെ, ഇതൊരു പുതിയ ലവ് അഫെയർ ആണെന്നാണ് പറയുന്നത്. പുതിയ ലവ് ആണ്, പുതിയ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് ഈ വന്നിരിക്കുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. ഇത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇതൊരു തുടക്കമാണ് റിലേഷൻഷിപ്പിന്റെ എന്നാണ് പറയുന്നത്. രണ്ടുപേരും ആ തുടക്കത്തിന്റെ ഒരു എക്സൈറ്റ്മെന്റും കൂടെ ഇവിടെ ഉണ്ടാവും. ഒരു എന്താ പറയാ, ഇത് എന്താണ്, ഇനി എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയില്ല. പുതിയതായിട്ട് തുടങ്ങിയിട്ടില്ലല്ലോ, അത്ര പരിചയപ്പെട്ട് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോ ഈ വ്യക്തി നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. 9 ഓഫ് വാൻഡ്സ്. 9 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, കുറച്ചൊരു സംശയത്തോടെയാണ്